2022 ആദ്യം തന്നെ സ്ക്രീൻ പ്ലേ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്തൊരു ഇയാളുടെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞ നമ്മുടെ ഗ്ലാമദാലി എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു കഥ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള അന്ന് നമ്മൾ അവയർ ആയിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ വിചാരിച്ചു ഇത് ഇപ്പോഴേ ഒന്നും പറയണ്ട, ഓക്കെ ഈ സിനിമ ഇറങ്ങി നന്നാവുകയാണെങ്കിൽ അന്ന് നമുക്ക് ചിന്തിക്കാം അങ്ങനെ ഒരു സിനിമയെ കുറിച്ച്, അതെ സീക്വൽ പ്രീക്വലിനെ കുറിച്ച് അന്ന് ചിന്തിക്കാം ഞങ്ങൾ അന്ന് തീരുമാനിച്ചത്. 2025 ഞങ്ങൾ ലണ്ടനിൽ പോയിട്ട് ഇതിന്റെ UK പോർഷൻസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പോർഷൻസ് കണ്ടപ്പോഴൊക്കെ ഞങ്ങൾക്ക് വന്നൊരു സന്തോഷവും ഒരു കോൺഫിഡൻസും ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനിക്കുന്നത് എന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഈ ആമദാലിയെ നമ്മളൊരു ഫ്ലോട്ടിംഗ് ആയിട്ട് നിർത്തണ്ട, നമുക്ക് ആക്ച്വൽ കോൺക്രീറ്റ് ആയിട്ട് സ്ക്രീൻ പ്ലേയിൽ വിൽ ഇൻട്രൊഡ്യൂസ് ദ ക്യാരക്ടർ എന്ന തീരുമാനം അപ്പോഴാണ് ശരിക്കും കോൺക്രീറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആര് ചെയ്യും ആമദാലി എന്നുള്ളപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ ലാലേട്ടൻ, നമ്മൾ ലാലേട്ടനെ വിളിക്കുന്നു, പിന്നെന്താവനെ എന്ന് പറയുന്നു, വരുന്നു, ചെയ്യുന്നു, അങ്ങനെ സംഭവിച്ചാണ്. പക്ഷെ അഫ്കോഴ്സ് അത് ആ കഥാപാത്രം ഇനീഷ്യൽ പ്ലാൻ തന്നെയല്ലേ ഇത്? തുടക്കത്തിൽ ആമദാലിയുടെ കഥാപാത്രം ഈ സിനിമയിൽ ഇപ്പൊ കാണിക്കണ്ട, ഇതിനി ഈ സിനിമ നന്നാവുകയാണെങ്കിൽ തുടർച്ച പിന്നെ നമുക്ക് തന്നെ ഈ സിനിമയുടെ ആദ്യത്തെ പോർഷൻസ് ഷൂട്ട് ചെയ്ത് കണ്ട ഒരു കോൺഫിഡൻസിലാണ് പിന്നെ നമുക്ക് ഇങ്ങനെ പരിപാടി ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇതിനകത്ത് ഖലീഫ ലാലേട്ടന്റെ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഖലീഫ പാർട്ട് 1 ഇൻട്രോ എന്ന്. ഈ കഥാപാത്രത്തിന്റെ ഇൻട്രോ മാത്രമാണ് ഖലീഫ പാർട്ട് 1. കൃത്യമായ ഒരു കഥയുണ്ട് ആമദാലിക്ക്. ആ കഥ എന്താണ് എന്നുള്ളതിന്റെ സൂചനകൾ നമ്മൾ പാർട്ട് 1 പറയുന്നുണ്ട്. ആ കഥ പക്ഷേ അടുത്ത സിനിമയാണ് മാത്രം.